ഹലോ, ഈ വീഡിയോയിൽ ഒരു പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് തിയറംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിയറം, ഇഫ് ദ റാഷണൽ നമ്പർ പി ബൈ ക്യൂ എ ഫ്രാക്ഷൻ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ടേംസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിക്കും ക്യൂവിനും കോമൺ ആയിട്ട് ഡിവൈസേഴ്സ് ഇല്ല. ദാറ്റ് മീൻസ് P and Q are integers prime to each other, Q not equal to 0. Is a root of the equation a0 x raised to n plus a1 x raised to n minus 1 plus etc. an minus 1 x plus an equal to 0, where a0, a1, etc. an are integers and a0 not equal to 0, then P is a divisor of an and Q is a divisor of a0. നമ്മളൊരു nth ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ എടുത്തിരിക്കുന്നു വിത്ത് ഇൻറ്റീജർ കോഎഫിഷ്യൻസ്. nth ഡിഗ്രി ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി a0 നോട്ട് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ എടുത്തിരിക്കുന്നു. ഈ ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ റാഷണൽ റൂട്ടാണ് പി ബൈ ക്യൂ എങ്കിൽ വേർ പി ആൻഡ് ക്യൂ ആർ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ടേംസ്, then P must be a divisor of the constant term an and Q must be a divisor of a0, coefficient of x raised to n. നമ്മൾ തൊട്ടു മുമ്പുള്ള പഠിച്ച തിയറത്തിൽ റൂട്ട്സ് ക്വാഡ്രാറ്റിക് സേർഡ്സ് ആയിട്ട് വരുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അവിടെ കോഎഫിഷ്യൻസ് റാഷണൽ നമ്പേഴ്സ് ആകണമായിരുന്നു. ക്വാഡ്രാറ്റിക് സേർഡ്സ് റൂട്ട്സ് ആയിട്ട് വരുമ്പോൾ അത് കോൺജുഗേറ്റ് പെയർ ആയിട്ടേ വരുള്ളൂ എന്നായിരുന്നു ആ തിയറം പറഞ്ഞത്. ആദ്യത്തെ തിയറത്തിൽ നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് കോൺജുഗേറ്റ് പെയർ ആയിട്ട് മാത്രമേ വരികയുള്ളൂ എന്നായിരുന്നു. അവിടെ കോഎഫിഷ്യൻസ് റിയൽ നമ്പേഴ്സ് ആകണമായിരുന്നു. അപ്പോൾ ആദ്യത്തേതിൽ റിയൽ നമ്പേഴ്സ്, സെക്കൻഡ് തിയറത്തിൽ റാഷണൽ നമ്പേഴ്സ്, ഈ തിയറത്തിൽ കോഎഫിഷ്യൻസ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. പ്രൂഫിലേക്ക് കിടക്കാം. നമ്മൾ നമ്മുടെ തിയറത്തിൻ്റെ അസംഷനിൽ പറഞ്ഞിരിക്കുന്നത് പി ബൈ ക്യൂ തന്നിരിക്കുന്ന nth ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ടാണ് എന്നാണ്. അങ്ങനെ പി ബൈ ക്യൂ ഇക്വേഷൻ്റെ റൂട്ടാണെങ്കിൽ ഇക്വേഷനിൽ എക്സിന് പകരം പി ബൈ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ ട്രൂ ആയിരിക്കണം. Therefore, a0 p by q raised to n plus a1 p by q raised to n minus 1 plus etc. an minus 1 p by q plus an is equal to 0. ഇക്വേഷൻ നമ്പർ 2വിനെ നമ്മൾ q raised to n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ക്യൂവിൻ്റെ ടേം ക്യാൻസൽ ചെയ്ത് പോകും, a0 p raised to n. സെക്കൻഡ് ടേമിൽ n മൈനസ് 1 ടേംസ് ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കി ഒരു ക്യൂ ന്യൂമറേറ്ററിൽ വരും. ദാറ്റ് ഈസ് a1 p raised to n minus 1 q പ്ലസ് എക്സെട്ര an minus 1 p q raised to n minus 1 പ്ലസ് an q raised to n ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ടേം, അതായത് a0 p raised to n എന്ന ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ട്രാൻസ്പോസിങ് a0 p raised to n to the right hand side, we get a1 p raised to n minus 1 q പ്ലസ് നെക്സ്റ്റ് ടേം a2 പിയുടെ പവർ ഒന്ന് കുറയുന്നു, p raised to n minus 2, ക്യൂവിൻ്റെ പവർ ഒന്ന് കൂടുന്നു, q സ്ക്വയർ പ്ലസ് എക്സെട്ര an minus 1 p q n minus 1 പ്ലസ് an qn is equal to ഫസ്റ്റ് ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു വിത്ത് നെഗറ്റീവ് സൈൻ മൈനസ് a0 p raised to n. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമിലെ q ഇല്ലാതെയാകുന്നു, അടുത്ത ടേം മുതൽ q ഒരു ഡിഗ്രി വീതം കുറയുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിൽ q വരുന്നു. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ q, we have a1 p raised to n minus 1 plus
a2 p raised to n minus 2 q plus etc. a n minus 1 p q raised to n minus 2 plus a n q raised to n minus 1 is equal to minus a0 p raised to n divided by q. ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ a1, a2, etc. an എല്ലാം ഇൻറ്റീജേഴ്സ് ആണ്. p ആൻഡ് q അതും ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ഇൻറ്റീജേഴ്സിന്റെ പ്രോഡക്റ്റ് then ഇൻറ്റീജേഴ്സിന്റെ സം. therefore ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ആൻ ഇൻറ്റീജർ. അതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡും ഇൻറ്റീജർ ആയിരിക്കണം. Since a1, a2, etc. an, p, q are all integers, the left hand side is an integer. Consequently, the right hand side is an integer. Right hand side integer ആകണമെങ്കിൽ q കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പക്ഷേ ക്യൂവും പിയും പ്രൈം ടു ഈച്ച് അതർ ആണ്. കാരണം പി ബൈ ക്യൂ അതിൻ്റെ ലോവസ്റ്റ് ടേംസിലായിരുന്നു. അതുകൊണ്ട് പിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദർഫോർ പി റേസ് ടു എന്നിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇൻറ്റീജർ ആകണമെങ്കിൽ a0 മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ ക്യൂ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ക്യൂ ഡിവൈഡ്സ് a0 p raised to n, but p is prime to q and therefore p raised to n is not divisible by q. Hence q must divide a0. That is q is a divisor of a0. ഇതായിരുന്നു തിയറത്തിന്റെ ഒരു പാർട്ട്. തിയറത്തിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് q is a divisor of a0. ഇതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് p ഈസ് എ ഡിവൈസർ ഓഫ് എ എൻ എന്നുള്ള പാർട്ടാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 3 ഇപ്പോൾ ചെയ്തത് ഫസ്റ്റ് ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇനി ചെയ്യേണ്ടത് ലാസ്റ്റ് ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ അഗെയിൻ ഇൻ 3 by transposing an q raised to n to the right hand side, we get a0 p raised to n plus a1 p raised to n minus 1 q plus etc. a n minus 1 p q raised to n minus 1 is equal to minus a n q raised to n. തൊട്ടു മുമ്പ് നമ്മൾ ഇങ്ങനെ ട്രാൻസ്പോസിങ് ചെയ്തിട്ട് q കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ നമ്മൾ p കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ p, we have a0 p raised to n minus 1, a1 p raised to n minus 2 q plus etc. a n minus 1 q raised to n minus 1 is equal to minus a n q raised to n divided by p. നേരത്തെ ആർഗ്യുമെന്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ആർഗ്യൂ ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ടേംസും ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് അവയുടെ പ്രോഡക്റ്റ് ആൻഡ് ഹെൻസ് ദർ സം മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ. therefore right hand side must be an integer, but p and q are prime to each other, so p must divide an. Okay, by the same argument we have an q raised to n by p is an integer. Since p and q raised to n have no factor in common, p divides an. Hence the proof. Proof in രണ്ട് പാർട്ടായിരുന്നു. q is a divisor of a0 എന്നും p is a divisor of an എന്നും അത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇൻറ്റീജേഴ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷന് ഒരു റാഷണൽ റൂട്ട് p ബൈ q ഉണ്ട് എങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ ആയ p കോൺസ്റ്റന്റ് ടേം ആയ a-n-നെ ഡിവൈഡ് ചെയ്യണം. ഡിനോമിനേറ്റർ ആയ q എക്സ് റേസ് ടു n-ന്റെ ഡിവൈസറായ a0-നെ ഡിവൈഡ് ചെയ്യണം. ഇനി ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറി ആയിട്ട് ആണ് നമ്മൾ അടുത്ത തിയറം പറയാൻ പോകുന്നത്. ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ദിസ് തിയറം we have the following theorem. Every rational root
of the equation x raised to n plus a1 x raised to n minus 1 plus etc. a n minus 1 x plus a n is equal to 0, where each ai is an integer must be an integer. അതായത് ഈ ഫോർമാറ്റിൽ ഉള്ള ഒരു പോളിനോമിയൽ ഇക്വേഷന് ഒരു റാഷണൽ റൂട്ട് ഉണ്ട് എങ്കിൽ ആ റൂട്ട് ഇൻറ്റീജർ ആയിരിക്കണം. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ തൊട്ടു മുമ്പുള്ള തിയറത്തിൽ എടുത്ത പോളിനോമിയൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഇക്വേഷന്റെ a0യുടെ പൊസിഷനിൽ നമുക്ക് 1 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് p by q ഒരു റാഷണൽ റൂട്ട് ആണെങ്കിൽ q മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് a0 എന്നാണ്. അപ്പോൾ ഇവിടെ a0 ഈക്വൽ ടു 1 ആണ് തൊട്ടു മുമ്പത്തെ തിയറവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ തൊട്ടു മുമ്പത്തെ തിയറവും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് q മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് a0 എന്നാണ്. ഇവിടെ a0 1 ആയതുകൊണ്ട് q 1നെ ഡിവൈഡ് ചെയ്യണം. 1നെ ഡിവൈഡ് ചെയ്യുന്ന ഒരേ ഒരു നമ്പർ ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 ആണ്. അപ്പോൾ q മസ്റ്റ് ബി പ്ലസ് ഓർ -1 എന്നൊരു പോസിബിലിറ്റി ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ റാഷണൽ റൂട്ടിന്റെ ഡിനോമിനേറ്ററിൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 വരുന്നു എന്ന് പറഞ്ഞാൽ ആ റാഷണൽ റൂട്ട് ഒരു ഇൻറ്റീജർ ആയിട്ട് മാറുന്നു. ഏത് ഇൻറ്റീജർ? p എന്ന ഇൻറ്റീജർ. ഇനി തൊട്ട് മുമ്പുള്ള തിയറത്തിൽ തന്നെ പറയുന്നുണ്ട് ആ p an-നെ ഡിവൈഡ് ചെയ്യണം എന്ന്. therefore p must be a divisor of an. അപ്പോൾ ലീഡിംഗ് കോഎഫിഷ്യന്റ് 1 ആയിട്ടുള്ള ഏത് പോളിനോമിയൽ ഇക്വേഷന്റെയും റാഷണൽ റൂട്ട് ഒരു ഇൻറ്റീജർ ആയിരിക്കും. ആ ഇൻറ്റീജർ കോൺസ്റ്റന്റ് ടേം an-നെ ഡിവൈഡ് ചെയ്തിരിക്കണം. താങ്ക് യു.